ഓർമ്മപ്പെരുന്നാൾ, ഇനിയുമൊരോർമ്മത്തിരുന്നാൾ. ഗോതമ്പു മണിയായി മണ്ണിൽ വീണൊരു പുണ്യവാന്റെ തിരുനാൾ. ഓർമ്മപ്പെരുന്നാൾ, ഇനിയുമൊരോർമ്മത്തിരുന്നാൾ. ഗോതമ്പു മണിയായി മണ്ണിൽ വീണൊരു പുണ്യവാന്റെ തിരുനാൾ. മാറിവാനിയോസ്, 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 മാറിവാനിയോസ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവാശ്രയബോധമായിരുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും എതിർപ്പുകളും വന്നാലും മനുഷ്യശക്തിയിലല്ല, ദൈവത്തിൻ്റെ പരിപാലനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശ്വാസം. പ്രാർത്ഥനയിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ ഓരോ തീരുമാനവും എടുത്തിരുന്നത്. പുനരൈക്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും ത്യാഗങ്ങളും വളരെയേറെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസം അദ്ദേഹത്തിന് മുന്നോട്ടു പോകാനുള്ള ശക്തിയായി. ദൈവാശ്രയം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും ദൈവം നമ്മെ കൈപിടിച്ചു നടത്തുന്നു എന്ന പ്രത്യാശയാണ്. ഈ സത്യം മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ഉറച്ചു നിൽക്കാൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുന്നില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ടു പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.